കഴിഞ്ഞ ദിവസം ഈ പത്രത്തിൽ കണ്ട് വലിയൊരു വീട് 2 നില വീടാണ്. പുതിയ പത്രത്തിലാണോ ഗൂഗിൾ ന്യൂസിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് അച്ഛനും അമ്മയും താഴത്തെ നിലയിൽ, മകനും ഭാര്യയും കുട്ടികളായിട്ട് മുകളിലത്തെ നിലയിൽ താമസിക്കുന്നു. അതൊരു നല്ല ഐഡിയ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ പലതും ഇല്ലാണ്ടാവും. പിന്നെ എന്താണ് ഡീപ്പായിട്ടുള്ള റിലേഷന് നിൽക്കും. കാരണം കുട്ടികൾക്ക് താഴെ വന്ന് രണ്ടും ഒരു ഫാമിലിയാണ്, രണ്ടും 2 ഫാമിലിയായിട്ട് നിൽക്കുകയാണ്. അതങ്ങനെയാണ്. അച്ഛൻ അമ്മ കുട്ടികൾ എന്നുള്ളത് ഒരു ഫാമിലിയാണ്. ഇപ്പം ഇവിടെ മകൻ വിവാഹം കഴിച്ച് മാറുമ്പോൾ അതൊരു കുടുംബമായി അല്ലേ. മറ്റൊരു സ്ത്രീ കൂടി വന്ന് അവരുടെ മക്കളുമായിട്ടാണ് അവർ മുകളിൽ താമസിക്കുന്നത്. അപ്പോൾ അവരുടേതായിട്ടുള്ള ലോകത്ത് താമസിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. എങ്കിൽ മറ്റൊരു വീട്ടിലുമല്ല, ഒരു വീട്ടിൽ തന്നെ 2ആയിട്ട്. ചിലർ പറയുമോ ഒരു വീട്ടിൽ 2 അടുപ്പ് 2 കല, ഇങ്ങനെ ഇതിലൊന്നും കാര്യമൊന്നുമില്ല. എങ്ങനെ ജീവിക്കാവുമ്പോഴാണ് സമാധാനവും സന്തോഷവും ആ രീതിയിൽ ജീവിക്കുക. ഇപ്പോൾ ഈ ഒരു വാർത്ത കാണുമ്പോൾ കുറേ പേര് അത്ഭുതത്തോടു കൂടി അതിങ്ങനെ ബുദ്ധി കൊള്ളാം. എങ്കിൽ ചിലർ പറയും അങ്ങനെയൊക്കെ എന്തിനാണ് ചിന്തിക്കുന്നത്, അപ്പോൾ അച്ഛനെയും അമ്മയും വേറെ ആയിട്ട് കാണുന്നതായിരിക്കും. അച്ഛനെയും അമ്മയും വേറെയല്ല. അച്ഛന് കൂട്ടം അമ്മയുണ്ട്, അമ്മയ്ക്ക് കൂട്ടം അച്ഛനുമുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ലോകമുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാവരും കൂടെ കിടന്ന് ബഹളം വയ്ക്കുമ്പോഴാണ് അതൊരു വീടാകുന്നത്. അങ്ങനെ മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരകൽച്ചയൊക്കെ ആവശ്യമാണ്. അകന്ന് നിൽക്കുമ്പോൾ സ്നേഹത്തിന് ഡിമാൻഡ് കൂടും. അതാണ് ഒരു പ്രത്യേകത. എപ്പോഴും അടുത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സ്നേഹത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നും വലുതായിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ ഇവിടെ മകൻ ഭാര്യ കുട്ടികൾ അവർക്ക് അവരുടേതായിട്ടുള്ള ലോകത്ത് മറ്റൊന്നുമില്ല. കാരണം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എപ്പോഴും ആണെങ്കിൽ ചിലപ്പോൾ ഭാര്യയും ഭർത്താവ് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കണം, തമാശ പറയാനൊക്കെ ചിലപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സാന്നിധ്യം ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ എന്തു ചെയ്യും, അവരുടെ മനസ്സിൽ ഇവരുള്ളത് കൊണ്ടൊന്നും നടക്കുന്നില്ല, ഞങ്ങളുടേതായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ സന്തോഷം ഇവർ കാരണം ഇല്ലാണ്ടാകുന്നു എന്നൊക്കെയുള്ളൊരു ഫീലിങ് ഈ മരുമക്കൾക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതിലും നല്ലത് ഒരു വീട്ടിൽ 2ആയിട്ട് താമസിക്കുക. പക്ഷേ ഒന്നിച്ചിരിക്കേണ്ട സമയത്ത് ഒന്നിച്ചിരിക്കുക, അല്ലാത്ത സമയത്ത് 2ആയിട്ട് അല്ലേ. വേണമെങ്കിൽ കുട്ടികൾ മുതിർന്ന ആൾക്കാർ ആകുമ്പോഴത്തേക്കും അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോയി അത് താഴോട്ട് വന്നാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഇവർക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ മുകളിലോട്ട് ചെന്നാൽ അവിടെയും കാര്യം. വൈകുന്നേരം ചായയൊക്കെ ഇടുമ്പോഴത്തേക്കും ഒന്നുകിൽ താഴേക്ക് വന്ന് ചായ കുടിക്കാം, അല്ലെങ്കിൽ മുകളിലോട്ട് പോയി ചായ കുടിക്കാം അല്ലേ. അതൊരു ചേഞ്ചാണ്. സത്യം പറഞ്ഞാൽ അതൊരു ചേഞ്ചാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി, ഇവർക്ക് ഇവരുടേതായിട്ടുള്ള പ്രൈവസി. ഒരു നല്ല കൺസെപ്റ്റാണ്. എല്ലാവർക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതിയുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു കുഴപ്പമില്ല. പ്രശ്നങ്ങളൊക്കെ പരമാവധി ഒഴിഞ്ഞൊഴിഞ്ഞ് നിൽക്കും ഇങ്ങനെ താമസിക്കും. അതിലൊരു മാറ്റവും ഇല്ല. അത് നല്ലൊരു കാര്യമാണ്. എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തോളൂ. നിങ്ങളുടെ സമാധാനമാണ് ഏറ്റവും വലുത്. അങ്ങനെ മാത്രം ചിന്തിക്കുക. വേറെ എങ്ങും ദൂരമൊന്നുമല്ല. അച്ഛനമ്മയെ ഉപേക്ഷിച്ച് വേറെ നാട് വിട്ട് പോകുന്നൊന്നുമില്ല, ഒരു വീട്ടിൽ തന്നെയല്ലേ. അത് ഒരു കാരണവശാലും ഒരു പ്രശ്നമായിട്ട് തോന്നേണ്ടതില്ല. ഓക്കെ.